നമസ്കാരം. രണ്ടാം ഊഴത്തിൽ ഡൊണാൾഡ് ട്രംപ് വേറെ ലെവലാണ്. ആർക്കും കീഴ്പ്പെടാൻ തയ്യാറല്ല. തൻ്റെ തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം. അതിന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എന്തായാലും ഇപ്പോൾ ഹമാസിന് അവസാന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ്. അതെ, പറയാനുള്ള കാര്യം അങ്ങ് മുഖത്ത് നോക്കി പറഞ്ഞേക്കാം. എന്താണെന്നാൽ ശേഷിക്കുന്ന ആ ഇസ്രയേലി ബന്ദികളെ എത്രയും വേഗം മോചിപ്പിക്കണം. അതല്ല, മോചിപ്പിക്കാതെ ഇരിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ഇപ്പോൾ മോചിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും. പിന്നെ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്ന പതിവ് പല്ലവിയുമായി ആരും ഇങ്ങോട്ട് വരേണ്ട എന്നാണ് ഹമാസിനെ US പ്രസിഡന്റ് ഓർമ്മിപ്പിക്കുന്നത്. ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ചകൾ നടത്തിയെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. 1977 ഹമാസിനെ വിദേശ ഭീകര സംഘടന US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചതിനു ശേഷം ഹമാസുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് അമേരിക്ക മുതിർന്നത് ഇത് ആദ്യമായിട്ടാണ്. ഷാലോം ഹമാസ് എന്ന് വെച്ചാൽ ഹലോ അല്ലെങ്കിൽ ഗുഡ് ബൈ എന്നർത്ഥം. ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാം. എല്ലാ ബന്ദികളെയും ഇപ്പോൾ തന്നെ മോചിപ്പിക്കണം. നിങ്ങൾ കൊന്നൊടുക്കിയവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം കൈമാറണം. ഇല്ലെങ്കിൽ എല്ലാം തീർന്നെന്ന് കൂട്ടിക്കോളൂ. തലയ്ക്ക് സുഖമില്ലാത്തവരാണ് മൃതദേഹങ്ങൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ തല തിരിഞ്ഞവരാണ്. ഇസ്രയേലിന് അവരുടെ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടതെല്ലാം അമേരിക്ക നൽകും. പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഒരൊറ്റ ഹമാസ് അംഗം പോലും സുരക്ഷിതമായിരിക്കില്ലെന്ന് ഓർത്തോളൂ. നിങ്ങൾ ജീവിതം തകർത്ത ബന്ദികളെ ഞാൻ സന്ദർശിച്ചതിനു ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് നിങ്ങൾക്കുള്ള അവസാന മുന്നറിയിപ്പാണെന്ന് ഓർക്കുക. ഗാസ വിടാൻ നിങ്ങൾക്ക് സമയമായി. അതാണ് നിങ്ങളുടെ നേതൃത്വത്തോട് പറയാനുള്ളത്. നിങ്ങൾക്കിപ്പോഴും അവസരമുണ്ട്. ഗാസയിലെ ജനങ്ങളോട് പറയാനുള്ളത് നല്ലൊരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ്. പക്ഷേ ബന്ദികളെ ഹമാസ് തടവിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് ഉണ്ടാകില്ല. അങ്ങനെ തുടരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ട് സ്മാർട്ടായി ഒരു തീരുമാനമെടുക്കുക. ബന്ദികളെ ഇപ്പോൾ തന്നെ മോചിപ്പിക്കുക. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ പലതും അനുഭവിക്കേണ്ടി വരുമെന്ന് ട്രംപ് താക്കീത് നൽകുന്നു. ഗാസ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ബന്ദികളിൽ ചിലരെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. 3-4 വീതം ബന്ദികളെയാണ് ഓരോ തവണയും റെഡ് ക്രോസിന് കൈമാറിയിരുന്നത്. ചിലരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു. ഇതിനെല്ലാം പകരമായി ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചിരുന്നു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസങ്ങൾ ഇത്ര കടന്നുപോയതിനു ശേഷം മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കാൻ തയ്യാറാകാതെ വന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ വാക്കുകൾ. ഹമാസിൽ നിന്ന് മോചിതരായ 8 ബന്ദികളെ വൈറ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം എത്തിയത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.